തീരുമാനിച്ചു. ഉടനെ കമ്മിറ്റി പൊതുയോഗമാണോ വിളിക്കണ്ടേ, അതോ വീട്ടുടമയാണോടാണ് ചോദിക്കണ്ടേ, പൈസ ഉണ്ടോന്നാണോ നോക്കണ്ടേ, എന്ത് ചെയ്യണ്ടേ? ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്തുകൊണ്ടാ മോനെ നീ വീട് വെച്ചിട്ട് സമാധാനമില്ലാത്തത്? നീ വീട് വെക്കാൻ തുടങ്ങിയപ്പോ ആദ്യം പോയി നോക്കിയത് എഞ്ചിനീയറിയാ, പിന്നെ ആ വസ്തു എടുത്തേ. ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ വസ്തു വാങ്ങിയില്ല, എഞ്ചിനീയറെ നോക്കിയില്ല, പണം ഉണ്ടോ നോക്കിയില്ല. ആദ്യം തന്നെ നിന്റെ മനസ്സിൽ 5 ബെഡ്റൂം വേണം, 4 ബാത്റൂം വേണം, 3 അടുക്കള വേണം, 2 നില വേണം. നീ പ്ലാൻ വരച്ചു ഹൃദയത്തിൽ. ഒരു കട തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പടച്ചവനപ്പം തന്നെ എന്നെ ബിസിനസ് തുടങ്ങണം, നല്ല പൈസ ഉണ്ടാക്കണം, അവിടെ നിന്നെടുക്കണം, ഇവിടെ നിന്നെടുക്കണം. നീ തീരുമാനിച്ചു എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ചെയ്തോ ഇല്ലയോ ഇത് ചിന്തിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവന് നഷ്ടമല്ല, ലാഭമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തിട്ടില്ലയോ ഖത്തം ഹോഗയ, അതിന്റെ കാര്യം പോയി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ. ആദ്യം എന്തേ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. പടച്ചവനെ, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇവിടെ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ തീരുമാനമെടുക്കുമ്പോ, അതാ പടച്ചവനെ, ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനമെടുക്കുമ്പോ, അതാ ഒരു പെണ്ണ് കെട്ടാ തീരുമാനമെടുക്കുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് വന്നൊരു അനുചരം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു, സ്വഹാബ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തുവുണ്ടല്ലോ, അത് പള്ളിക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാര് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പൈസയുണ്ടോ എന്ന് നോക്കലല്ല, പടച്ചവനെ വീട്ടുകാരോട് ചോദിക്കലല്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കലല്ല. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണേ. മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, നിനക്കറിയില്ല ഇത് ഖൈറാണോ ഇത് ശർറാണോ? ഒരു കച്ചവടം തുടങ്ങിയാൽ ഇതുകൊണ്ട് നീ നേരെയാകുമോ? നിന്റെ സമ്പത്ത് മുഴുവനും തകർന്നു പോകുമോ? നീ നഷ്ടത്തിലാകുമോ? ഇത് കാരണം നിന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമോ? ഖൈറും ശർറും നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കട്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു അല്ലാ. ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കറിയാം പടച്ചവര്. അല്ലാഹുവേ, നല്ലതാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നടത്തി തരണേ അല്ലാ. ഇത് എളുപ്പത്തിലാക്കണേ തമ്പുരാറ്. ഇത് നല്ലതല്ലെങ്കിൽ എനിക്ക് നീ തടസ്സങ്ങൾ തരണേ അല്ലാ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നീ നമസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം, ഇത് നല്ലതാണോ മോശമാണോ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കുക, പടച്ചോനെ നിസ്കരിച്ചില്ലല്ലോ അള്ളാഹ്, നിനക്കറിയില്ല ഇത് നല്ലതാണോ മോശമാണോ, അത് അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ നല്ലതാണെങ്കിൽ അള്ളാഹ് നേരിട്ടൊന്നും വരൂല, നല്ലതാണെങ്കിൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റൂല. അള്ളാഹു എന്ത് ചെയ്യും? നീ തട്ടുന്ന വഴികളെല്ലാം അള്ളാഹു തുറന്നു തരും, എളുപ്പമാക്കി തരും. തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നല്ലതല്ല. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നല്ലതല്ല, ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആരോടും ചോദിക്കാതെ പറയാതെ പോയി ഒരു കച്ചവടം തുടങ്ങി അവസാനം യത്തീംഖാനയിലാകുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി, കൊത്തുവാള എടുത്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? ഫിറഔൻ വിളിച്ചില്ലേ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, പെടുമ്പോ എല്ലാണും വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എടാ ഫിറഔന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എടാ നീ അല്ല ദൈവം, അല്ലാഹ് ഉണ്ടടാ, വിശ്വസിക്കടാ, പറ്റൂല. അവസാനം ചെങ്കടലിന്റെ അകത്ത് മുങ്ങി ചാകുമ്പോ എന്തേ പറഞ്ഞേ? ഖുർആനെടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊണ്ട അവൻ അവസാനം വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചാകാൻ പോകുമ്പോ വിളിച്ചു, മൂസാ നീ പറഞ്ഞത് തന്നെ ശരിയെന്ന്. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, ചെളിവാരി വായിക്കാത്തിട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ബർക്കത്തുണ്ടാകണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ആദ്യം എഞ്ചിനീയറെ അല്ല കാണേണ്ടത്, അള്ളാനെ കാണാൻ. അള്ളാഹുടെ മുന്നിൽ വെക്ക്. 1-2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കണം. അത് നല്ലതാണോ മോശമാണോ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, രണ്ടാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയ കാര്യമാണ്. ചില മക്കൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാടാ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 അധ്യായങ്ങൾ കാണാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ശുഅറാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മോനെ, അറിവുള്ളവരോട് ചോദിക്കണേടാ ചെറുപ്പക്കാരാ. ഇതിനെക്കുറിച്ച് നീ മുസാവറ ചെയ്യണേ. ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കടാ പൊന്നുമോന്. നിന്റെ വാപ്പയോട് നീ ചോദിക്കണേ. എടാ, ഏതെങ്കിലും പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോ അതിനെക്കുറിച്ച് അത് ചെയ്ത് പരിചയമുള്ളവരോട് നീ ചോദിക്കണം. അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ. ഇത് പറഞ്ഞത് ഞാനല്ല, ആരാ കാണിച്ചു തന്നതെന്നറിയുമോ? അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവാണ് മാതൃക കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ
സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യ? അല്ലാഹുവിനെ മലക്കുകളെ വിളിച്ചിട്ട്, മലക്കുകളെ ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അല്ലാഹുവിന് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, മലക്കുകളെ ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുവിന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തേ മലക്കുകൾ പറഞ്ഞത്? വേണ്ട പടച്ചവനെ. അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, വേണ്ട പടച്ചവനെ, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ നീ സൃഷ്ടിക്കേണ്ട പടച്ചവനെ. അപ്പോഴും അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പലതുണ്ട്. അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്കറിയാം. അനുകൂലമായിട്ടല്ല മലക്കുകൾ മറുപടി പറഞ്ഞത്. അല്ലാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അറിവുള്ള അല്ലാഹ് ചോദിച്ചത് എന്തിനാ? എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മലക്കുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് അല്ലാഹുവിന് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അല്ലാഹു, ഞാൻ എങ്ങനെ അല്ലാഹ് അവന്റെ അടുത്ത് പോയിട്ട് അതിനെ കുറിച്ച് ചോദിക്ക? ഈഗോ അല്ലേ? ഞാൻ എങ്ങനാടാ പള്ളിയിൽ അത്തീബിന്റെ അടുക്ക പോയിട്ട് ഉസ്താദ് പെണ്ണ് കെട്ടാൻ പോവാ, അല്ലെങ്കിൽ അത് ചെയ്യാൻ ചോദിക്കണേ എങ്ങനെ? എന്തിനാ ചോദിക്കുന്നത്? ഈഗോ. എന്നാൽ പടച്ചവനെ, നിന്നെക്കാളും പാവപ്പെട്ട ഒരുത്തിന് ഇവിടെ ഉണ്ട്. പണ്ട് മുതലേ കച്ചവടം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനാ. കാക്ക പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാ വിജയിക്കുമോ? എങ്ങനെ ചോദിക്കും? നിന്നെക്കാളും താഴ്ന്നവനല്ലേ? മടി. എന്നാൽ അല്ലാഹ് അങ്ങനല്ല. അല്ലാഹ് ആ മാതൃക കാണിച്ചു തന്നത്, നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ മുഷാവറ ചെയ്യണം. അറിയുന്നവരോട് നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.